കർണാടകയിലേക്കാണ്. നമുക്കറിയാം, ഒരു മാസത്തിനിടെ 3 കൊലപാതകമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഒരു 2 ദിവസം മുമ്പ് കൂടി ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിരോധനാജ്ഞയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സുന്നി ഫെഡറേഷൻ അംഗത്തിൻ്റെ കൊലപാതകമാണ് ഏറ്റവും ഒടുവിലായിട്ട് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. ഏതായാലും ഒരു എമർജൻസി ടാസ്ക് ഫോഴ്സിനെയൊക്കെ നിയമിച്ച് മുന്നോട്ട് പോകാനായി, കാര്യങ്ങൾ പ്രതിരോധിക്കാനായുള്ള ശ്രമത്തിലേക്കൊക്കെ സർക്കാർ കടക്കുന്നുണ്ട്. സർ, ഇത് തുടർച്ചയായി ഇത്തരത്തിലുള്ള വാർത്തകൾ മംഗളൂരുവിൽ നിന്ന്, കർണാടകയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു എന്നാണ് നമ്മൾ കരുതേണ്ടത്? ഒരു വർഗീയ കൊലപാതകങ്ങളിലേക്കാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് കരുതാൻ പറ്റുമോ? ഏറ്റവും ഒടുവിലുണ്ടായത് വർഗീയ കൊലപാതകം തന്നെയാണ്. പക്ഷേ കാണുന്നത് ഇത് ഇപ്പം അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു പള്ളി കമ്മിറ്റി സെക്രട്ടറി, അദ്ദേഹം ഈ സംസ്ഥയുടെ ഭാഗമായിട്ടുള്ള സുന്നി ഫെഡറേഷൻ്റെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തെ കൊന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാവും. അദ്ദേഹത്തിൻ്റെ വളരെ സുഹൃത്തായിട്ടുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മണലിറക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്ഥലത്ത് പോയി മണലിറക്കുന്നതിനിടയിൽ ആളുകൾ വന്ന് ഇദ്ദേഹം തന്നെ ചട്ടം കെട്ടിയ ആളുകൾ, അല്ലെങ്കിൽ ഇദ്ദേഹം ഇതിൻ്റെ ഭാഗമായിരുന്നു, ഈ കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞാൽ ഒരു മുന്നയാണ്. ആ നിലയ്ക്കൊരു മുന്നയുടെ കോൺസ്പിറസിയിൽ നടന്ന കൊലപാതകമാണ്. പക്ഷേ ഈ കൊലപാതകത്തിൻ്റെ കാരണമായി പറയപ്പെടുന്നത് 2 ആഴ്ച മുമ്പാണ് സുഹാസ് ഷെട്ടി എന്ന് പറയുന്ന ബജ്രംഗ് ദളിൻ്റെ നേതാവ് കൊല്ലപ്പെടുന്നുണ്ട്. ഈ സുഹാസ് ഷെട്ടിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കൊലപാതക കേസിലും ഒരു കൊലപാതക ശ്രമക്കേസിലും പ്രതിയാണ്. അവിടെ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഈ സുഹാസ് ഷെട്ടി ഫാസിൽ എന്ന് പറയുന്ന ഒരാളെ 2022 കൊന്ന കേസിലെ പ്രതിയാണ്. ഈ ഫാസിലിൻ്റെ ബ്രദർ ആദിലാണ് സുഹാസ് ഷെട്ടിയുടെ കൊലക്കേസിലെ പ്രധാന പ്രതി എന്ന് പറയുന്നത്. ഈ ആദിൽ തന്നെ ആണ് ഈ കൊലപാതകളെ സംഘടിപ്പിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാസിലിനെ സുഹാസ് ഷെട്ടി വന്നതിനാണ് 2022 എനിക്കൊന്ന് ജൂലൈയിലാണ് ഈ ഫാസിലിനെ കൊല്ലുന്നത്. ഫാസിലിനെ കൊല്ലുന്നതിന് കാരണം അതിൻ്റെ ഏതാനും ദിവസം മുമ്പാണ് പ്രവീൺ നെട്ടാർ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ യുവമോർച്ച നേതാവ് കൊല്ലപ്പെടുന്നത്. യുവമോർച്ച നേതാവ് കൊല്ലപ്പെടുന്നതിന് കാരണം എന്താണ്? അതിന് 2 ദിവസം മുമ്പാണ് ഒരു മസൂദ് എന്ന് പറഞ്ഞിട്ട് മലയാളിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ കൊല്ലപ്പെടുന്നത്. അപ്പോൾ മസൂദിൻ്റെ കൊലപാതകത്തിന് പ്രതികാരമായിട്ടാണ് പ്രവീണിനെ കൊല്ലുന്നത്. പ്രവീണിൻ്റെ കൊലപാതകത്തിന് പകരമായിട്ട് ഫാസിലിനെ കൊല്ലുന്നു. ഫാസിലിനെ പകരമായിട്ട് അതിൽ പ്രതിയായിട്ടുള്ള സുഹാസിനെ കൊല്ലുന്നു. അതിന് പകരമായിട്ട് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ഈ പറയുന്ന അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെടുന്നു. അതിനിടയിൽ ആണ് ഈ മാസത്തിന് തുടക്കത്തിൽ മലയാളിയായിട്ടുള്ള മറ്റൊരു ചെറുപ്പക്കാരൻ, വയനാട്ടിലെ പുൽപ്പള്ളിയിലുള്ള അദ്ദേഹത്തിൻ്റെ പേര് അഷ്റഫ് പറഞ്ഞത്. അഷ്റഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അഷ്റഫിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. പുൽപ്പള്ളിയിൽ ഒരു വാണ്ടറിങ് ഗൈ ആയിരുന്നു. കുറച്ച് മാനസിക നിലയിൽ പ്രശ്നങ്ങളുള്ള ആളായിരുന്നു. അവന് വീട് വിട്ടിറങ്ങി പോകും. ഇങ്ങനെ നിരന്തരമായി യാത്ര ചെയ്യുന്ന ആളാണ്. വിവിധ നഗരങ്ങളിൽ സ്വന്തമായിട്ട് ഫോൺ പോലും ഉപയോഗിക്കില്ല. ആക്രി പെറുക്കി ജീവിക്കും. കുറേ ദിവസം, ഒരു 1.5 മാസം കഴിയുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരും. കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവും. ആ പൈസ ഉമ്മാക്ക് കൊടുക്കും, പിന്നെയും പോകും. വീട്ടുകാർ അധികം അന്വേഷിക്കാറൊന്നുമില്ല. അങ്ങനെ അത്തരൊരു ലൈഫുള്ള ഒരാളായിരുന്നു. വലിയ പ്രയാസത്തിൽ കഴിയുന്നൊരു കുടുംബമാണ്. അവനെ കൊല്ലുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഹിന്ദു ബസ്തി, ഹിന്ദുക്കൾ മാത്രം പോകുന്നൊരു ഏരിയ ഉണ്ട്. അവിടെ അവൻ പോയ സമയത്താണ് തല്ലിക്കൊല്ലുന്നത്. ആ സമയത്ത് ഈ പെഹൽഗാമിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ വർഗീയത, പല സ്വഭാവത്തിലുള്ള വർഗീയ പ്രചാരം നടക്കുന്ന സമയം കൂടിയാണ്. ആ സമയത്താണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട RSS നേതാവുണ്ട്, ഈ ഒരു പ്രദീപ് എന്ന് പറഞ്ഞിട്ട്, ഭാസ്കർ എന്ന് പറഞ്ഞിട്ടൊരു RSS നേതാവ്. അദ്ദേഹം ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. വീട്ടിൽ വാളും ബാഗിൽ കത്തിയുമായിട്ട് നടക്കണം ഹിന്ദുക്കൾ. സ്ത്രീകൾ അവരുടെ ബാഗിൽ പൗഡറല്ല കൊണ്ട് നടക്കേണ്ടത്, 6 ഇഞ്ചുള്ള കത്തിയാണ് കൊണ്ട് നടക്കണം പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നത്. അത് കന്നഡ മീഡിയയിലൊക്കെ വന്ന് അത് വലിയ വിവാദമൊക്കെ ആയിരുന്നു. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ആ പ്രസംഗം ഈ പറയുന്ന പ്രഭാകർ ഭട്ട് എന്ന് പറയുന്ന RSS നേതാവാണ് നടത്തുന്നത്. അദ്ദേഹം ഈ പ്രസംഗം നടത്തുന്നത് കേരളത്തിലാണ് കേട്ടോ. ഓർക്കാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നടത്തുന്നത്. കർണാടകത്തിലാണ് അത് വിവാദമായത്. കേരളത്തിൽ പതിവ് പോലെ കേസൊന്നും എടുത്തിട്ടില്ല. അത് പക്ഷേ അപ്പോൾ മംഗലാപുരത്ത് ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ടൊരു 90കൾ മുതൽ മംഗലാപുരം ഒരു കമ്മ്യൂണൽ ഹോട്ട് ബെഡായി മാറിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഹിന്ദുത്വ ലബോറട്ടറി എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് വളരെ സങ്കടകരമാണ് കാര്യങ്ങൾ. പകരം കൊല എന്ന് പറയുന്നത് ഇതിങ്ങനെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കൂ, കർണാടകയിൽ മംഗലാപുരത്ത് പല നിലയ്ക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ പ്രചാരണം അത് തുടങ്ങുന്നത് മംഗലാപുരത്തു നിന്നാണ്. 2003 മുതൽ 2009 വരെ അവിടെ ആ കാലഘട്ടത്തിൽ 20 സ്ത്രീകൾ കാണാതായൊരു പ്രശ്നമുണ്ടായിരുന്നു.
തുടർച്ചയായിട്ട് പല സമയങ്ങളിൽ സ്ത്രീകളെ കാണാതാവും. അത് ലവ് ജിഹാദാണ്. ലവ് ജിഹാദികൾ തട്ടിക്കൊണ്ടുപോയതാണ് വലിയ പ്രചാരണം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോലീസ് അന്വേഷിക്കുന്നു. ഒടുവിലാണ് 2009 ഒരു മോഹനൻ എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്. സയനൈഡ് മോഹനൻ എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. ഈ മനുഷ്യൻ ഈ യുവതികളെ, അതിൽ 4 മലയാളി പെൺകുട്ടികളുണ്ട്, അത് മനസ്സിലാക്കണം. ഈ പെൺകുട്ടികളെ, യുവതികളെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ഉപയോഗപ്പെടുത്തി സയനൈഡ് നൽകി കൊല്ലുക എന്ന് പറയുന്നത്. അയാൾ സ്കൂൾ അധ്യാപനം കൂടിയായിരുന്നു, കായിക അധ്യാപകനായിരുന്നു. പക്ഷേ 2003 തുടങ്ങിയ പരിപാടിയാണ്. 2009 ഇയാളെ പിടിക്കുന്നത്. ഇപ്പോൾ 16 കേസുകൾ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. 3-4 വിചാരണ പൂർത്തിയായി വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഈ കാലത്ത് ഈ അപ്രത്യക്ഷമാകേണ്ടത് ഇതെല്ലാം ഹിന്ദു യുവതികളാണ്. ഇവർ അപ്രത്യക്ഷമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വർഗീയ പ്രചാരണം, നമ്മുടെ കുട്ടികളെല്ലാം ഇവന്മാരെ തട്ടിക്കൊണ്ടു പോവുകയാണ്, ലവ് ജിഹാദാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ നിലയ്ക്ക് വർഗീയ പ്രചാരണവും വിദ്വേഷ പ്രസംഗങ്ങളുടെയും ഒരു ഹോട്ട് ബെഡാണത്. അതിലൊരു സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ മംഗലാപുരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായൊരു കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്. എല്ലാ മതവിഭാഗങ്ങളും, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും താമസിക്കുന്ന സ്ഥലമാണ്. കർണാടകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ഹബ്ബാണ്, പോർട്ട് സിറ്റിയാണ്, വിദ്യാഭ്യാസ നഗരമാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വിദ്യാർത്ഥികൾ വന്ന് ചേരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു നഗരം, ഒരു എക്കണോമിക് പവർ ഹൗസ് ആകേണ്ട ഒരു നഗരം ഇത്രയും കലുഷമായ അന്തരീക്ഷത്തിലൂടെ പോകുന്നു എന്നുള്ള സങ്കടകരമായുള്ള കാര്യമാണ്. പക്ഷേ അതിനെ മറികടക്കാൻ സാധിക്കുന്നില്ല. പോലീസിൻ്റെ ഇടപെടൽ എപ്പോഴും വിമർശന വിധേയമായിട്ടുണ്ട്, ഇപ്പോഴും അത് വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ അവിടുന്ന് വന്ന വാർത്ത എന്ന് വെച്ചാൽ SAF എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് മംഗലാപുരത്തിനും ശിവമോഗക്കും വേണ്ടി മാത്രമായിട്ടൊരു ഫോഴ്സിനെ രൂപീകരിക്കാൻ പോകുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ മംഗലാപുരത്തെ പ്രശ്നങ്ങൾ ഫോഴ്സിനെ ഉപയോഗിച്ച് മാത്രം പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ ഉള്ള ഒരു സംഘാടനം, മനുഷ്യരുടെ സംഘാടനം അവിടെ നടക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുള്ള സാധ്യത അവിടെ ഉണ്ട്. കാരണം അങ്ങനത്തെ ആ സ്വഭാവത്തിലൊരു കോസ്മോപൊളിറ്റൻ ലൈഫ് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് അവിടുത്തെ മഹാഭൂരിപക്ഷം. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് അവിടെ ബെൽത്തങ്ങാടിയിലെ ഒരു അമ്പലത്തിൽ അമ്പലത്തിലെ ബ്രഹ്മകലശോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അതിലെ പരിപാടിയിൽ അവിടുത്തെ MLA ഹരീഷ് പൂഞ്ഞ എന്ന് പറഞ്ഞിട്ട് BJP-കാരനാണ്. അയാൾ വന്ന് പ്രസംഗിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പരിപാടികളൊക്കെ മുസ്ലിങ്ങളെ വിളിച്ചത് എന്ത് തോന്നിയാസാണ് ചെയ്യുന്നത്, ആമാർ നമ്മളെ ട്യൂബ് ലൈറ്റൊക്കെ കട്ടുകൊണ്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പ്രസംഗിച്ചു ക്ഷേത്ര പരിപാടിയിൽ. അത് വലിയ വിവാദമായി. പിന്നെന്താ സംഭവിച്ചത്, ക്ഷേത്ര കമ്മിറ്റി പരസ്യമായിട്ട് മാപ്പപേക്ഷിക്കുകയാണ്, ഞങ്ങൾക്ക് ആ പ്രസംഗമായിട്ട് ബന്ധമില്ല, അയാൾ ചെയ്തതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അപ്പോൾ അങ്ങനെ വർഗീയത വളർത്താൻ ഇവരത്ത് ശ്രമിക്കുമ്പോഴും അതിനെതിരായിട്ടുള്ള ഫോഴ്സും ഉണ്ട്. ഇപ്പോൾ മംഗലാപുരത്ത് കോമു സൗഹാർദ്ദ വേദിക എന്നൊക്കെ പോലുള്ള ഈ സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റുകൾ. അപ്പോൾ ഇത്തരം സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റുകൾ, സാമൂഹ്യ പ്രവർത്തകർ, അവരൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള സൗഹാർദ്ദ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ആ ഒരു നഗരം വളരെ വലിയ തോതിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന, വലിയ തോതിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്ന ആ നഗരം നഷ്ടപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല, ഇപ്പോൾ കർണാടകയെ മൊത്തത്തിൽ തന്നെ, ഇപ്പോൾ കർണാടകയിലുണ്ടായുള്ള കുഴപ്പങ്ങൾ പലതും തുടങ്ങുന്ന മംഗലാപുരത്താണ്. ഹിജാബ് വിവാദം അത് മംഗലാപുരത്താണ് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞ രാജ്യത്താകെ തന്നെ അലമ്പായി മാറിയ ലവ് ജിഹാദ് വിവാദം ഇത് മംഗലാപുരത്താണ് തുടങ്ങുന്നത്. ഇത് രാജ്യം മുഴുവൻ വിഷം വമിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി മംഗലാപുരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഗൗരവത്തിൽ കാണണം. പ്രത്യേകിച്ച് അവിടെ ഭരിക്കുന്ന ഇത് കോൺഗ്രസ് ആണെന്നുള്ള നിലക്ക് കോൺഗ്രസ് ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറുന്നില്ല എന്നുള്ള വിമർശനം ആ പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. ആ പാർട്ടിയിലെ മംഗലാപുരത്തെ മുസ്ലിങ്ങളായ നേതാക്കൾ ഇന്നലെ മിനിയാന്നായിട്ട് പലരും രാജിവെച്ച് കഴിഞ്ഞു. അത് കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് പോകും. ജാഗ്രതയോടുകൂടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണേണ്ട ഒരു പ്രശ്നമാണ്. നൗഫലിന് എന്താ തോന്നുന്നത്, ഈ മാനസിക നിലയും ചെയ്തികളും ഇതുപോലെ തന്നെ അങ്ങ് തുടരുന്നതാണോ, അതല്ലെങ്കിൽ സർക്കാരിനും അധികൃതർക്കും ഇതൊന്ന് അവസാനിപ്പിക്കാൻ കഴിയുമോ? ഇപ്പോൾ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം 2014 ശേഷം ഇന്ത്യയിൽ വിദ്വേഷ ക്രൈമുകൾ, ഹെയ്റ്റ് ക്രൈമുകൾ 90% വർദ്ധിച്ചു എന്നാണ് കണക്ക്. അതിപ്പം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ അങ്ങനെ കണക്കുണ്ടാവില്ല, കാരണം വിദ്വേഷം ആ രീതിയിൽ അവർ രേഖപ്പെടുത്തുന്നില്ല, വിദ്വേഷ കേസുകൾ രേഖപ്പെടുന്നില്ല. പക്ഷേ സ്വകാര്യ ഏജൻസികൾ നടത്തുന്ന സർവേയിലാണ് ഇത്തരം കണ്ടെത്തലുകളൊക്കെ. അപ്പം ഈ ഭരണത്തിന് കീഴിൽ വിദ്വേഷം കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. കാരണം അതിനുള്ള പ്രോത്സാഹനം ആ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന കൊലപാതകങ്ങൾ പലതിലും ഒരു ഭാഗത്തുള്ള പ്രതികളെ പെട്ടെന്ന് പിടികൂടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മറുഭാഗത്തുള്ള ആ കേസുകളിലെ അന്വേഷണം വളരെ മന്ദഗതിയിലാണ് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഇംബാലൻസ് ക്രൈം കൂടാനും ഈ എന്താ പറയുക പ്രതികാര ബുദ്ധി വർദ്ധിക്കാനൊക്കെ ഉള്ള കാരണമായി തീരും. അപ്പം സർക്കാരിൻ്റെ ഭാഗത്താണ് കൃത്യമായി ഇതിലൊരു ഇടപെടൽ ഉണ്ടാവേണ്ടത്.
BJP സർക്കാരിൽ നമുക്ക് എത്രത്തോളം അത് പ്രതീക്ഷിക്കാമെന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. പക്ഷേ അപ്പോഴും കർണാടക ഇപ്പം ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് എത്രത്തോളം ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. ഇപ്പോൾ ഈ പറയുന്ന ഒരു ഫോഴ്സിനെ വെച്ചു എന്ന് പറയുന്നു. ഫോഴ്സിനെ വെക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ, അതിൽ തർക്കമൊന്നുമില്ല. കാരണം എല്ലാം നമുക്ക് ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ സർക്കാർ, അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ, സംഘടനകൾ, ഇവരെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ആ രീതിയിലുള്ളൊരു വലിയ മൂവ്മെൻറ്റ് ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇതുണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ശ്രീരാമസേന, ഹനുമാൻ സേന ഈ തുടങ്ങിയ വാക്കുകളൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് എവിടുന്ന? മംഗലാപുരത്തു നിന്നാണ്. നമ്മൾ ഒരുപാട് മലയാളി കുട്ടികൾ അവിടെ പഠിക്കാൻ പോകുന്നുണ്ട്. അവരൊന്ന് ഒരുമിച്ച് പുറത്തിറങ്ങിയാൽ, ആൺകുട്ടി പെൺകുട്ടി ഒരുമിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരെ ഈ പറയുന്ന സേനകൾ വന്ന് ആക്രമിക്കും. അതൊക്കെ നമ്മൾ മംഗലാപുരത്ത് നിന്ന് കേൾക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഓരോ സംഗതികൾ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുക, പുതിയ പേരുകൾ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുക. ഇവരൊക്കെ സ്വൈരജീവിതം തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെയുള്ള പ്രതീക്ഷയുടെ വാക്കുകളാണ്, ആ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസ്താവന എന്നുള്ള പ്രതീക്ഷയുടെ വാക്കുകളാണ്. അങ്ങനെ ഒരുപാട് അങ്ങനെ ഉണ്ടാകും. അപ്പോൾ അവരെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിന് പരിഹരിക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ഇത്തരം ഫോഴ്സുകളെ കൊണ്ട് ഇത് നിയന്ത്രിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുകയും വേണം. അതായത് നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല എന്നുള്ളൊരു സന്ദേശം കിട്ടുകയും വേണം. ആ രീതിയിൽ സംഗതി മുന്നോട്ട് പോയാലേ നടക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഇത് രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു അവസ്ഥയെ ഇല്ലാതാക്കുന്നതാണല്ലോ, അവസ്ഥയെ ആകെ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിൽ കൊണ്ടുപോകുന്നതാണല്ലോ. അങ്ങനെ ഒരു മുൻകൈ കേന്ദ്ര സർക്കാരിൽ നിന്നും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. അതെ, ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അവസാനിക്കേണ്ടതുണ്ട്. ശാശ്വതമായൊരു പരിഹാരം തന്നെയാണ് അത്യാവശ്യം.